ികളെ നമ്മുടെ തൊപ്പി നമ്മുടെ MRZ ഗ്യാങ് അല്ലെങ്കിൽ MRZ തൊപ്പി നമ്മൾ അവരുടെ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഞാൻ കുറെ റീല് കണ്ടുപിടിച്ചില്ല. കുറെ റീല് എന്ന് പറഞ്ഞാൽ കുറെ റീല് റാംബോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റാംബോ പിന്നെ നമ്മുടെ അവന്റെ പേര് എനിക്ക് അറിയില്ല. റാംബോ വന്നിട്ട് പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറവന്മാർ വന്നിട്ട് ഇങ്ങനെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊണക്കുന്നുണ്ട്. അപ്പൊ അവന്മാരൊക്കെ പറയാനുള്ളത് ഈ ഇമ്മാതിരി പേരും പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ലൈവിലോട്ട് വരികയാണ്, ഇല്ലെങ്കിൽ അമ്മാതിരി പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരരുത് എന്നിട്ട് റാംബോ പറയുന്നുണ്ട്. അപ്പൊ ഫുൾ ആൾക്കാർ വീഡിയോ ചെയ്തിരിക്കുന്നത് റാംബോന്റെ ഒരു പോഷൻ മാത്രം വെച്ചിട്ട് ഇവൻ എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ പറയുന്നു ചോദിക്കട്ടെ. ഇവൻ അത് പറയാനുള്ള അധികാരമില്ല. ഇവൻ ഇന്നാളോട് തൊപ്പിന്റെ പോയതാണ്. ഇവനും ഈ ഫെയിമി അല്ലെങ്കിൽ ഈ പണം കണ്ടിട്ട് പോയത് അവനത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് റീൽ ചെയ്ത് കുറെ പേര് നീയും അതുപോലെ ഇല്ലടാന്ന് പറഞ്ഞിട്ട് ഇവ റാംബോനെ കുറ്റം പറയുന്ന കുറെ റീല്. അപ്പൊ ഞാൻ ഏകദേശം എനിക്ക് ലൈവ് ഫുള്ളായി കാണാൻ പറ്റില്ല. അത് ഈ 3 മണിക്കൂർ 4 മണിക്കൂർ ലൈവ് കാണില്ല. അത് കാണുകയാണെങ്കിൽ നമ്മൾ ആ ടൈമിൽ തന്നെ ഇരുന്ന് കാണണം. അല്ല പിന്നെ പിന്നീട് കാണുന്ന പറഞ്ഞാൽ ചട്ടപ്പ് പരിപാടിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാനത് കണ്ടില്ല. അപ്പൊ നോക്കുമ്പോൾ ഒരു കട്ട് സീന് വരട്ടെ അല്ലെങ്കിൽ അതിന്റെ ഒരു പോഷൻ മാത്രം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ അത് കിട്ടിയില്ല യൂട്യൂബില്. എന്ന് വെച്ചാൽ അതിൽ നോ മോർ ഗസ്റ്റ് ഇൻ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ഇല്ല, ഇനിയിപ്പോ ഗസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അവർ മുമ്പ് പറഞ്ഞ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ തൊപ്പി പറഞ്ഞത് ആർക്കെങ്കിലും ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുതിയ പുതിയ കഴിവുകൾ തെളിയിക്കാനുള്ള ആൾക്കാരെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല തെളിയിക്കാൻ. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ അറിയണം അല്ലെങ്കിൽ 4 പേര് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവിലോട്ട് വന്നാൽ ഗസ്റ്റ് ആയിട്ട് വരിക, നേരെ എന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുക, ലൈവായിട്ടൊക്കെ പെർഫോം ചെയ്യുക, നിങ്ങൾക്ക് അത് കാഴ്ചവെക്കാൻ വേണ്ടി തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവമാണ് ഇല്ലാതെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടെ ബിൽഡ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഇൻസ്റ്റന്റ് സക്സസ് നോക്കരുത്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് സക്സസ് നോക്കരുത് ഒരിക്കലും. അതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. വൺ ഡേ ഇറ്റ് വിൽ ബി സക്സസ്, വൺ ഡേ ഇറ്റ് വിൽ ബി റീച്ച്, മനസ്സിലായില്ലേ? ഒരു ദിവസം അത് എത്തിപ്പെടും, അത് ഉറപ്പാണെങ്കിൽ അത് ഉറപ്പാണ്, പറഞ്ഞാൽ 100 അല്ല 1000% ഉറപ്പാണ്. നിങ്ങൾക്കൊരു കഴിവുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്വന്തം ഒരു അവൻ ക്രിയേറ്റിവിറ്റിന്റെ വിഷയം നിങ്ങളത് നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തെളിയിക്കാൻ നോക്കുക. അതെന്തായാലും വളരെങ്കിലല്ല. ഇപ്പൊ ഈ തൊപ്പിയാണെങ്കിൽ കൂടി അങ്ങനെ വളർന്നത്, ഇല്ലാതെ ഒറ്റയടിക്ക് അവർ കയറി തന്നതല്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവിടെ പോയിട്ട് അല്ലെങ്കിൽ തൊപ്പി അവരുടെ വീട്ടിൽ തന്നെ പോയിട്ട് ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷെ അവർക്കും അത് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അവരതാ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് വരരുത് ഇനി ഒരിക്കലും. എന്താ സംബന്ധിച്ച് തൊപ്പി പറയുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ എന്തൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അവർ എന്ത് കേസ് കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല ഇല്ലടല്ലേ. അത് വെച്ച് ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങളും നിങ്ങളുടെ ലൈവിൽ വരണം ഗസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, നേരെ വരുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ഈ പാസ്റ്റ് എന്താണ് ഒരു സംഭവം അറിയില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലും കേസിൽ പ്രതിയായിരിക്കാം, ചിലപ്പോൾ അവരെന്തെങ്കിലും ഒളിവിൽ വന്ന ആൾക്കാർ, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇവര് പട്ടുപോകില്ലടല്ലേ. സീരിയസ് ആയിട്ട് ഇപ്പൊ ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെ കുടുക്കാൻ നോക്കുന്ന ആൾക്കാരും കുറെ പേരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ഇവിടെ വെക്കാതില്ല. റാംബോ പറയുന്നത് പിന്നെ അവരൊക്കെ പറയുന്നത് ഈ ഗസ്റ്റിന് വരരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറെ വീഡിയോ അവർ പറയുന്നുണ്ട്. ആ ഒരു സംഭവം അത് ഞാൻ വെക്കാട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഞാൻ പുറത്തു പോയി. നമ്മൾ ലാസ്റ്റ് ഒരു ഗസ്റ്റ്, അതായത് ലൈവ് തീർന്ന് ലൈവ് കഴിഞ്ഞ പാട് ഗസ്റ്റ് ആൾക്കാർ ചാറ്റ് പറഞ്ഞല്ലോ എനിക്ക് ഗസ്റ്റ് വേണ്ട, എനിക്ക് ഗസ്റ്റിനെ വരുത്തരുത്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചാറ്റ് ഇനി ഗസ്റ്റുകളെ എല്ലാവരും വാരി വിളിച്ച് എന്നെ ഒന്ന് സീക്രട്ട് ആയിട്ട് വിളിച്ചു. ഞാൻ പറയാൻ പറഞ്ഞു സീക്രട്ട് ആയിട്ട് കുറച്ച് നേരത്തെ എന്നെ വിളിച്ച് നമ്മളൊരു കുറച്ച് സമയം സംസാരിച്ചു, നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഈ വയ്യ പോകുന്ന എല്ലാവരെയും ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്ന പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, ഒന്നെങ്കിലും കഴിവുള്ള ആൾക്കാരെ മാത്രം അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കുറച്ച് ആൾക്കാരെ മാത്രം കയറ്റാന്ന് എനിക്ക് തോന്നുന്നു. കാരണം വയ്യ പോകുന്ന എല്ലാവരും കയറി കഴിഞ്ഞാൽ സീനാണ്. കാരണം ഇന്നലെ ഒരാൾ മറ്റൊരു ചങ്ങായി വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചെല്ലാം ഞാനും സീക്രട്ട് ആയിട്ട് ഇരുന്ന് കുറെ സമയം സംസാരിച്ചു. ഇതെന്ന് പറഞ്ഞാൽ സീനാണ്. ഞാൻ പറയുന്നില്ല അവർക്ക് മോശമാവും, അങ്ങനെ മോശം ഞാൻ പറയുന്നില്ല. ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായി? ഇതിൽ കുറച്ച് ഡേഞ്ചർ ഉണ്ട്, മനസ്സിലാവും? ഇതിൽ കുറച്ച് ഡേഞ്ചർ ഉണ്ട്, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്ത് നമ്മളെ വിളിച്ച് വെരിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയെല്ലാം വളരെ കുറച്ച് ആൾക്കാരെ മാത്രം നമുക്ക് ഇങ്ങോട്ട് ഗസ്റ്റ് ആയിട്ട് കയറ്റിയാൽ മതി. അത്രയും നിങ്ങൾക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിവ് കാണിക്കാൻ വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി പ്ലീസ്, ദയവ് ചെയ്ത്. ഇങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ലൈവ് കാരണം ഒന്നും പറയല്ലേ. അല്ല, ഇന്നലത്തെ കാര്യം ഞാൻ പറയാം. നോ ഗസ്റ്റ്, എല്ലാവരും നോ ഗസ്റ്റ്. അതാ നല്ലത്. നോ ഗസ്റ്റ്. ഇന്നലെ ഇതേപോലെ 2-3 ഗസ്റ്റുകൾ വന്നല്ലോ. അപ്പൊ അതിന് ശേഷം ചാറ്റ് പറഞ്ഞു ഒരു ഗസ്റ്റിനും കയറ്റരുത് പ്ലീസ് ഒരു ദിവസം 3 ഗസ്റ്റ് കൂടുതലെല്ലാം ഞാൻ പുറത്തു പോയിട്ട് പറഞ്ഞു ബ്രോ ഒരു 10-15 ആൾ നിൽക്കുന്നുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് പറഞ്ഞു ബ്രോ ഇനി ഒരാളെ കയറ്റാൻ പറ്റില്ല എന്നാണ് ചാറ്റ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു നമ്മളിവിടെ കുറെ സമയമായാലും വന്ന് നിൽക്കുന്നത് ഇതെന്ത് പരിപാടിയാണ്. മുമ്പ് ഇവിടെ ഒരുത്തരെയും കയറ്റൂലായിരുന്നു, അറിയാലോ. മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരെയും വീട്ടിൽ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ കുറെ ടാലന്റ് ഉള്ളവർ വന്ന് അവർക്ക് ഒരു വേദി ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഇവിടെ കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവർക്കും കൂടെ ഒരു അവസരം കിട്ടാത്ത രീതിയിലാണ് വെളിയിൽ വന്ന് ഓരോരുത്തർ ഈ പിറപ്പ് കാണിക്കുന്നത്. ഇനി ഈ വീട്ടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഒരുത്തരും വന്നു കിടന്ന് കുണക്കല്ലേ. അത് പറയണം ടാലന്റ് ഉള്ളവര് വന്നു, അവരെ കഴിവ് തെളിയിച്ച് നല്ല രീതിയിൽ ഗിഫ്റ്റും കൊടുത്ത് സന്തോഷത്തോടു കൂടിയാണ് അവർ വരുന്നത്. അല്ല ഈ വീട്ടിന്റെ വെളിയിൽ വന്ന് പട്ടി കുറയ്ക്കണ കുറെ എണ്ണം രാത്രി വന്ന് കിടന്ന് കുറയ്ക്കണവന്മാരുണ്ട്, ഇവിടെ കിടന്ന് മുട കാണിക്കണവന്മാര്. അല്ലല്ല, നല്ലവർ ഇവിടെ കയറ്റുന്നുണ്ട്. അവർക്ക് ഇവിടെ എന്തൊക്കെ കൊടുക്കും, ഫുഡ് വരെ കൊടുത്തിട്ടാണ് ബ്രോ എല്ലാവരും കേൾക്കണം. ഫുഡ് വരെ കൊടുത്തിട്ട് അത്രയും നല്ല രീതിയിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്ത് നമ്മൾ വരുന്നത്. പക്ഷേ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം വെളിയിൽ കിടന്നൊന്ന് ഈ രാത്രി ആകുമ്പോൾ വന്നിടന്ന് കുറയ്ക്കണുണ്ട്. ഇനി അതൊരു പറച്ചിൽ കാണൂല. ഇനി എന്ത് വന്നാലും ഉറപ്പായിട്ടും ചെയ്യേണ്ടത് അങ്ങ് ചെയ്യും. അത് ഏത് രീതിയിലായാലും ചെയ്യും.
അത് മാത്രം മനസ്സിലായിരിക്കും. നോ ഗസ്റ്റ് അതാ നല്ലത്. കാര്യം പറഞ്ഞാല് ഇത് ശോധം ഇല്ല അങ്ങനെ ഒരാളെ കാണിച്ചിട്ട് മുഖം കാണിച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ ഹേറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അപ്പൊ അതാണ് കേട്ടല്ലോ, ഏകദേശം 5 മിനിറ്റിനാണ് ഒരു 3 മിനിറ്റ് പ്ലേ ചെയ്തിട്ടുള്ളൂ. നോ ഗസ്റ്റ്. പിന്നെ എനിക്ക് റാംബോ പറഞ്ഞോട് ഫുള്ളായി യോജിക്കാൻ ലക്കില്ലാടല്ലോ. എന്താ വെച്ചാൽ ഇവൻ പറഞ്ഞു ഇപ്പൊ കുറവന്മാരെ വന്ന് കുരയ്ക്കുന്നുണ്ട്, ഇപ്പൊ നായി കുരയ്ക്കുന്ന ആൾ കുരയ്ക്കുന്നുണ്ടെന്ന്. എന്റെ പൊന്നു റാംബോ എനിക്ക് പറയാനുള്ള എന്താ സംഭവം ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ വളർത്തിയ ആൾക്കാരാണ് അവര്. ഇപ്പൊ അതിലൊരു 10 പേരിൽ ഒരാളായിരിക്കും ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടാവും. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്നത് ചിലപ്പോൾ അവ അതിന് നിങ്ങളെ തകർക്കാൻ വേണ്ടി വരികയായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് സ്പ്രെഡ് ആക്കിയിട്ട് ഇവരെ ലൈവ് ഇല്ലാതാക്കുക എന്നായിരിക്കും അവൻ വരിക. പക്ഷെ 9 പേര് ഫുള്ളായി അങ്ങനെ എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്ന് സംബന്ധിച്ച് നിങ്ങളെ വളർത്തിയത് ഈ ഓഡിയൻസ് ആണ്, മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈവ് ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, ബട്ട് എന്താ വെച്ചാൽ ലൈവ് കൗണ്ടിൽ നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ കാരണം നിങ്ങൾ ബാക്കിയുള്ളവർ സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഗ്യാങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസും അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫാൻ ആയത്. സീരിയസ്ലി, ഞാൻ മുമ്പ് തൊപ്പിയുടെ ഫാൻ ആയിരുന്നില്ല. പിന്നെ നിങ്ങളൊരു ഗ്യാങ് ബിൽഡ് ചെയ്ത് നിങ്ങൾ മൊത്തം ഫുള്ള് വൈബായപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഫാൻ ആയത്. നിങ്ങൾ ഫോളോ ചെയ്യുന്നതൊക്കെ തുടങ്ങിയത് MR ഗ്യാങ്ങിനും MR തൊപ്പിനൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എപ്പോഴാണ്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വന്നവരൊരിക്കലും മറക്കരുത്. നിങ്ങൾ വളർത്തിയ ആൾക്കാർ അവരാണ്, ജനങ്ങളാണ്. അപ്പൊ നമ്മൾ അവരെ ഒരിക്കലും പറയരുത്. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വീക്കെൻഡിൽ ഒരു ലൈവ് ഒരു IRL പ്ലാൻ ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കഴിവുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ അവരൊക്കെ ഈ ഒരു ആഴ്ച കൊണ്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ ആൾക്കാർ അവർ ആ ഒരു IRL ലൈവിൽ ഇന്ന് വീക്കെൻഡിൽ ഒരു ഗസ്റ്റുകൾ മാത്രമല്ല, ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആ ലൈവ് ഫോക്കസ് ചെയ്ത് വരും. അവർ അത് കാണേണ്ട ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം വരും. ഇല്ലാതെ എല്ലാ ദിവസവും ലൈവിൽ ഗസ്റ്റ് കൊണ്ടുവന്നിട്ട് ചില ആൾക്കാർ പറയും നോ ഗസ്റ്റ് എന്നൊക്കെ കുറെ ആൾക്കാർ പറയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇപ്പൊ വീക്കെൻഡിൽ ഒരു IRL പ്ലാൻ ചെയ്യുക. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ട് എന്ന് തോന്നുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ അവർ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ജസ്റ്റ് സെലക്ട് ചെയ്യുക. ലൈക്ക് ഒരു ഓഡീഷൻ പോലെ സെലക്ട് ചെയ്തിട്ട് ഓഡീഷൻ പോലെ വെച്ചിട്ട് സെലക്ട് ചെയ്ത ശേഷം അവർക്ക് ഇവിടുന്ന് പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ പിന്നെ ഗിഫ്റ്റ് കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരിപാടി നടത്തുക. അപ്പോൾ കുറച്ചുകൂടി ലൈവ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ആൾക്കാർ കുറച്ചുകൂടി കാണാനുണ്ടാവും. അതാകുമ്പോൾ അവർക്ക് അപ്പൊ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ശരി ഓഡിയൻസിനെ കാണാൻ അല്ലെങ്കിൽ ഗസ്റ്റ് കാണാൻ, പക്ഷെ ഞാൻ ആ ലൈവ് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത് നിങ്ങൾ ഡെയിലി ഗസ്റ്റിന് കയറ്റുന്നതുകൊണ്ട് അതൊരു പ്രോബ്ലമാണ്. പിന്നെ ഈ ഡെയിലി വന്ന ആൾക്കാരെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും കാണാൻ പറ്റും തൊപ്പിനാണ് ഇല്ലാതെ. എന്താ വെച്ചാൽ തൊപ്പി അല്ലെങ്കിൽ അവർ ഗ്യാങ്ങിനെ അത്രയ്ക്ക് ഇഷ്ടങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ല നിങ്ങൾ വെറുതെ ഒന്ന് കുരയ്ക്കരുത്, അതൊന്നും പറയാതെ ആവശ്യമില്ല. ഇപ്പോൾ മറ്റവൻ്റെ ചൂടായി എന്ന് പറയുന്നുണ്ട്, അതൊന്നും സംഭവിച്ചാൽ നോർമലാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കായിരിക്കും നമ്മൾ ഇരുന്ന് വെയിറ്റ് ചെയ്ത് മതിയാവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ഇപ്പൊ ആരായാലും നമ്മൾ പ്രതികരിച്ചു പോകും. അതൊക്കെ ഉണ്ടാവുന്ന ഒരു ക്ലാഷാണ്, അത് മനസ്സിലാക്കിയാൽ മതി. അതേ പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം വലുതായിട്ടൊന്നും ഇല്ല. നിങ്ങൾ വന്ന വഴി മറക്കാതിരിക്കുക. ഓഡിയൻസിനെ നിങ്ങൾ മാക്സിമം കെയർ ചെയ്ത് കൊണ്ടുപോകുക, അതെനിക്ക് പറയാനുള്ളൂ. സീരിയസ്ലി ഞാൻ ഇപ്പോഴും ഫാൻ തന്നെയാണ് നിങ്ങളുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. IRL ചെയ്യുന്ന വേറെ ഇപ്പോൾ കേരളത്തിൽ ആരുമില്ല, ബെസ്റ്റാണ്. അവരൊരു ഗ്യാങ് ബിൽഡ് ചെയ്യുന്നുണ്ട്, നന്ന നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെക്കനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ കുറിച്ച്. അത് സത്യമാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എനിക്കതേ പറയാനുള്ള ഇടലെ വേറെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പൊ MR ഗ്യാങ് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ കാണുന്ന ഓഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തൊപ്പിനെ കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഒരിക്കലും പ്രൈവസി അല്ലെങ്കിൽ അവരുടെ കംഫർട്ട്നെസ് നശിപ്പിക്കരുത്. നിങ്ങൾ അവരോട് ചോദിച്ച് എപ്പോഴാണ് അവർ ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണണം, നമ്മളിങ്ങനെ ഓക്കെ ആണെന്ന് വെച്ചാൽ മാത്രം പോവുക. അല്ലാതെ അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. അതിനിപ്പോൾ ഈ കാര്യം എന്നല്ല, ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ മറ്റുള്ളവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ ഒരു പ്രൈവസി ഇന്ററപ്റ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടി നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ചാടി കയറി പറഞ്ഞു കഴിഞ്ഞാൽ മോശമില്ലേ? അത്രേ ഉള്ളൂ, അത് മനസ്സിലായി.